ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും കൂടി മഴ കാണാൻ ഇറങ്ങി കേട്ടോ. ഇന്ന് 2 ദിവസമായി നമ്മുടെ ഇവിടെയൊക്കെ നിർത്താതെ പെയ്യുന്ന മഴയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും വെള്ളം, ഒരുപാട് ആറ്റിലൊക്കെ ശരിക്കും വെള്ളമായിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് കാണാൻ പോയാലോ, മഴയൊക്കെയല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും പ്രകൃതി ഭംഗിയൊക്കെ കാണാനുള്ളപ്പം നമ്മൾ പോവാതിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മളത് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് മഴ കാണാൻ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ മഴയ്ക്ക് കുറച്ചെങ്കിലും ശമനം ഉണ്ടായിരുന്നത്. രാത്രി മുതലേ മഴയായിരുന്നു, രാത്രിയും പകലും ഫുള്ള് മഴയായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ മഴ മാനത്ത് കാണുമ്പോഴേ കറണ്ട് കാണത്തില്ല കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ? ഞങ്ങൾ ഈ പോകുന്ന വഴി മൈലമുടുണ്ട് കേട്ടോ. മൈലമുടുന്ന സ്ഥലത്ത് അവിടെ ഒരു ആറുണ്ട് കേട്ടോ. അവിടെ ആറ് ഫുള്ള് നിറഞ്ഞായിരുന്നു. ഇപ്പോൾ എന്നാൽ നാട്ടിലെ വെള്ളം കുറച്ച് താഴ്ന്നിട്ടുണ്ട്. രാവിലെയൊക്കെ ഈ ആറ് നിറഞ്ഞ് നല്ല പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നെന്ന് അവിടെയുള്ളവരൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയ്ക്കും ശമനം ഉള്ളത് കൊണ്ട് ആറ്റിലെ വെള്ളമൊക്കെ താന്നായിരുന്നു. ഈ വളവ് നിങ്ങൾക്കറിയാവോ? എല്ലാവർക്കും പരിചിതമാണ് ഈ വളവ്. സുമതി വളവാണ്. നമ്മൾ സുമതി വളവ് വഴിയാണ് കേട്ടോ പോകുന്നത്. പാലോടാണ് പോകുന്നത്. അപ്പോൾ പ്രകൃതിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. നല്ല കോളുണ്ട് കേട്ടോ, നല്ല മഴക്കോളുണ്ട്. മക്കളൊക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. മഴയൊക്കെ കാണാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് യാത്ര പോകാനും. എൻ്റെ മോനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പൊയ്ക്കോളാൻ വയ്യാതിരിക്കുകയാണ് കേട്ടോ. അവൻ ഹാപ്പിയാണ്. അവനും മക്കളെല്ലാവരും ഹാപ്പിയാണ്. ഈ കാറ്റും മഴയും ഒക്കെ കാണാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നമുക്ക് ഈ കാറിലിരുന്ന് പോകുമ്പോൾ അറിയാൻ പറ്റും. കാറ്റെന്ന് വെച്ചാൽ ആ കാറ്റടിക്കുമ്പോഴുള്ള ഫീലിങ്സ് പറയാവുന്നതിനപ്പുറമാണ്. നമ്മൾ പാലോടെത്തി. ആറൊക്കെ നല്ല വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ആറ്റിലൊക്കെ വെള്ളം താണെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ രാവിലെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മലവെള്ളം ഇറങ്ങും കേട്ടോ. പിന്നെ ഞങ്ങളതേ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ. ശരിക്കും വെള്ളമുള്ളൊരു സ്പോട്ടാണ്. അവിടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഉള്ള കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ വെള്ളമെന്ന് വെച്ചാൽ എന്താ, ആറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മളിപ്പോൾ ഇറങ്ങിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പൊക്കെ ഫുൾ ഇന്നലത്തേക്ക് മഴയത്ത് ആ സ്റ്റെപ്പ് ഫുൾ മുകൾ വരെ വെള്ളം കയറിയായിരുന്നു. ഇപ്പോൾ ആണ് അതിനൊരു ശമനം വന്ന്, മഴയ്ക്കൊരു ശമനം വന്നപ്പോൾ അവിടെ വെള്ളം താന്നു. പിന്നെ അവിടെ മലവെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മളവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ആ വീട്ടിലൊക്കെ വെള്ളം കയറാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് വീട് അവിടെ അടുത്തടുത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യും? പക്ഷെ നമുക്കിത് ഈ കാഴ്ച കൗതുകമാണെങ്കിലും അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ഭയമായിരിക്കും. കാരണം വെള്ളം കയറിയാൽ എങ്ങോട്ടോടും എങ്ങോട്ട് പോകും. പക്ഷെ കാണുന്നവർക്കത് അടിപൊളി കാഴ്ചയാണ്. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കും കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ, അവർക്ക് പേടിയാണ് ഈ വെള്ളം കയറുമ്പോൾ, ഈ ആറ്റിലൊക്കെ വെള്ളം കയറുമ്പോൾ പേടിയാണ്. കാരണം വീട്ടിലൊക്കെ വയസ്സായവരും കുഞ്ഞു മക്കളൊക്കെ ഉള്ളതാണ്. വെള്ളം കയറിപ്പോയി വീട്ടിലൊക്കെ കയറിയാൽ എന്ത് ചെയ്യും, എങ്ങോട്ട് ഓടും എന്നൊക്കെ പേടിയാണെന്ന് വെച്ചാൽ. മഴ ആനന്ദവുമാണ്, എന്നാൽ പേടിയുമാണ്. പിന്നെ നമ്മളിത് തിരിച്ച് പോവുകയാണ് കേട്ടോ. കാരണം ഇവിടെ മക്കൾക്കൊക്കെ സീനായി തുടങ്ങി. കാരണം അവർക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ ഒരു മോഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് നമ്മളത് തിരിച്ച് കയറിയിട്ടുണ്ട്. സീറ്റിൽ എൻ്റെ മോന് നല്ല ഉറക്കം വരുന്നുണ്ട്. അവൻ കിടന്നുറങ്ങിയാണ്. അങ്ങനെ മക്കൾക്ക് വേറൊരു സ്ഥലം കാണിച്ച് തരാം എന്നും പറഞ്ഞത് അവരെ വീണ്ടും കൊണ്ട് നമ്മളത് ഇടിഞ്ഞാറ് പോവുകയാണ്. ഇടിഞ്ഞാറ് നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മളത് ഇടിഞ്ഞാറ് പോവുകയാണ്. പിന്നെ അവിടെ കയറ്റുമോ, ഈ മണ്ണിടിച്ചിലും ഇങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയാൽ കയറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പ്രകൃതി എന്ത് രസമാണെന്നല്ലേ കാണാം. നമ്മൾ ഈ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയും അടിപൊളി സ്ഥലങ്ങളുണ്ട്, കാണാൻ അടിപൊളി കാഴ്ചകളുണ്ടെന്നുള്ളത് തന്നെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. നമുക്ക് ഈ ഫോണിൽ കൂടി കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷെ നേരിട്ട് നമ്മൾ പോകണം കേട്ടോ. നേരിട്ട് നമ്മളത് കണ്ട് അറിഞ്ഞ് ആസ്വദിക്കണത് വല്ലാത്ത ഫീലാണ്. അത് കാറ്റും ചെറിയ മഴയും അതൊക്കെ അനുഭവിച്ച് യാത്ര ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ താമസിക്കുന്നവരെന്ത് ഭാഗ്യമുള്ളവരായിരിക്കുമല്ലോ, ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ജീവിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മഴയും വെള്ളമൊക്കെ കയറുമ്പോൾ അതും
ഭയങ്കര പേടിയും പാടുമാണ് നമുക്ക്. ഈ വല്ലപ്പോഴും വന്ന് കാണുന്നവർക്ക് അതൊരു കൗതുക കാഴ്ചയായിരിക്കും. അങ്ങനെ നമ്മൾ കാണാൻ വന്നതൊന്നും നടന്നില്ല. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര നിരാശയായി. കാരണം അങ്ങോട്ടൊക്കെ മഴ പെയ്ത് ഫുൾ വെള്ളമായി മണ്ണിടിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെക്ക് പോസ്റ്റ് അടച്ചത്. നമ്മൾ ചോദിച്ചായിരുന്നു, പക്ഷെ നടക്കത്തില്ല. ചെക്ക് പോസ്റ്റ് അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് മങ്കയം, പ്രേമൂർ, ഇടിഞ്ഞാറെന്നൊക്കെ പറയുമ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട്. വെള്ളച്ചാട്ടം എന്തൊക്കെ കാണാനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കാണുക തന്നെ വേണം. പിന്നെ മക്കളൊക്കെ നല്ല നിരാശരായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, തിരിച്ച് വരുന്ന വഴിക്ക് ഇതേ ഒരാറ് കണ്ടു. പിന്നെ അവിടെയൊക്കെ ഫുൾ ആറാണ്. അങ്ങനത്തെ അവരവിടെ ഇറക്കി കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല, കാരണം മഴ പെയ്തു തുടങ്ങി. അതുപോലെ തന്നെ മക്കൾ കൂടെയുണ്ട്. അവർ കുറച്ച് നേരമൊക്കെ മിണ്ടാതെ നിൽക്കും, പിന്നെ അവരുടെ സ്വഭാവം മാറും കേട്ടോ. പിന്നെ അവർക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്നുള്ള മോഹങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ച് വന്നായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്ത് രസമാണല്ലേ പ്രകൃതി. നമ്മൾ ഈ നാട്ടിൽ തന്നെ നമുക്ക് കാണാനും ഒരുപാട് കാഴ്ചയുള്ളപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നത് എന്ത് രസമാണല്ലേ. അപ്പോൾ അതേ ഇന്നത്തെ മഴക്കാഴ്ച, നമ്മുടെ മഴക്കാഴ്ചകളത് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.